നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. രാഹു കേതുക്കൾ രാശി മാറുകയാണ്. 2025 മെയ് മാസം 18 വൈകിട്ട് 7:35 രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കും രാശി മാറുകയാണ്. രാഹു കേതുക്കളുടെ രാശി മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ രാശിക്കൂറുകാർക്കും പ്രത്യേകം ഉണ്ടാകുന്ന ഫലങ്ങളെയും മാർച്ച് മാസത്തിലെ ശനിയുടെ രാശിമാറ്റവും മെയ് 15 വ്യാഴത്തിന്റെ രാശിമാറ്റവും കൂടി ചിന്തിച്ചുകൊണ്ട് ഓരോ രാശിക്കൂറുകാർക്കും പ്രത്യേകം എന്തെല്ലാം കാര്യങ്ങള് എങ്ങനെയായിരിക്കും വരാൻ പോകുന്ന ഒരു വർഷക്കാലം എന്ന് പറയുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം ഫലങ്ങളാണ് പറയുന്നത്. ശനിയെയും വ്യാഴത്തെയും പോലെ കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ് രാഹുകേതുക്കൾ. എന്നാൽ ഫലദാന വിഷയത്തിൽ അത്രയൊന്നും പ്രാധാന്യം രാഹുകേതുക്കൾക്ക് പല ആചാര്യന്മാരും കൽപ്പിച്ചിട്ടുമില്ല. എന്നിരുന്നാലും പലപ്പോഴും രാഹുകേതുക്കളുടെ ഫലവും ഗോചരഭാവത്തിൽ പ്രത്യക്ഷമായി അനുഭവത്തിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുക. പൊതുവെ വ്യാഴം നന്നായാൽ എല്ലാം നന്നായി എന്നാണ്. ഓരോ രാശിക്കൂറുകാർക്കും രാഹുകേതുക്കളുടെ ഫലങ്ങളെ കൂടാതെ വ്യാഴത്തിന്റെയും ശനിയുടെയും ഗ്രഹസ്ഥിതിയും കൂടി ചിന്തിച്ച് നമുക്ക് ഒരു നിഗമനത്തിലെത്താം. വിപരീത ഫലങ്ങൾ പറയുന്നവർക്ക് ഒരിക്കലും വിപരീത ഫലങ്ങൾ മാത്രമല്ല ലഭിക്കുക, കൂടുതലായിട്ട് നല്ല ഫലങ്ങളെയും മറ്റ് ദോഷങ്ങൾ പറയുന്ന വിഭാഗത്തിൽ ഒഴിച്ചുള്ള മറ്റു കാര്യങ്ങൾക്ക് നല്ല ഫലങ്ങളും ലഭിക്കും. അതുകൊണ്ട് എല്ലാവരും കാര്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുക. കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കും. ആ ഒരു മനോഭാവത്തോടു കൂടി മാത്രം ഈ വീഡിയോയെ കാണുക. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പല ചാനലുകളിലും കണ്ടകശനി, ഏഴരശനി കൂടാതെ വ്യാഴം പ്രതികൂലത്തിൽ നിൽക്കുന്ന എല്ലാം കൂടി മോശമായിട്ടുള്ള ചില നക്ഷത്രക്കാരെ, ചില രാശിക്കാർക്ക് പോലും കോടീശ്വര യോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കോടീശ്വര യോഗം എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാരിലേക്ക് അത് ആകർഷിക്കും എന്നതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ തെറ്റാണ്. സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാതെ വയ്യ. അതേസമയം ദോഷങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഒരിക്കലും ഒരാളുടെ ജീവിതത്തിലും ദോഷങ്ങൾ മാത്രമായിരിക്കില്ല ലഭിക്കുന്നത്. കഠിനാധ്വാനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പ്രയോജനം കൂടി ലഭിക്കുന്നതാണ്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇപ്പോൾ നമുക്ക് ധനുക്കൂറുകാരുടെ രാഹുകേതുക്കളുടെ പ്രത്യേക രാശിമാറ്റ ഫലങ്ങളും ഇപ്പോഴുള്ള വ്യാഴത്തിന്റെയും ശനിയുടെയും ഗ്രഹസ്ഥിതി മൂലമുള്ള പൊതുഫലങ്ങളും ചേർത്ത് ധനുക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ ഒന്ന് പറയാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പുരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 3-ാം ഭാവത്തിലേക്കും കേതു 9-ാം ഭാവത്തിലേക്കുമാണ് എത്തുന്നത്. രാഹുവിന്റെ അനുകൂല സ്ഥിതി മൂലം ധനുക്കൂറുകാർക്ക് ഇഷ്ടസിദ്ധിയൊക്കെ ലഭിക്കുന്നതാണ്. കൂടാതെ ധനലാഭം, കൃഷിലാഭം, സൗഖ്യം ഇവയൊക്കെ ലഭിക്കുന്നതാണ്. കേതു അനിഷ്ടസ്ഥിതിയിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും രാഹുവിന്റെ ഇഷ്ടസ്ഥിതി മൂലം കാര്യവിഘ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കും. സൽഫലങ്ങളൊക്കെ കൂടുതലായിട്ട് ലഭിക്കാനായിട്ട് മഹാഗണപതിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രത്യേകം പ്രാർത്ഥിക്കുക. ക്ഷേത്രദർശനം നടത്തി ശക്തിയുക്ത വഴിപാടുകളെ ചെയ്യുക. ധനുക്കൂറുകാർക്ക് പൊതുവെ രാഹു അനുകൂലവും കേതു പ്രതികൂലവുമാണ്. ശനി പ്രതികൂലമാണ്, എന്നാൽ വ്യാഴം അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. പൊതുവെ അനുകൂല സമയമാണ് എന്ന് പറയാം. ആരോഗ്യപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങൾക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും ലാഭം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റ് രാശിക്കൂറുകാരുടെ ഫലങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.